നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുരുക്കുമുറുകി ദിവ്യ. എഡിഎമ്മിന്റെ ആത്മഹത്യയിൽ പുതിയ വഴിത്തിരിവ്. ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുത്തേക്കും. അന്വേഷണം നടന്നുവരുന്നതായി സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ. എട്ടാം ക്ലാസ്സിൽ ഈ വർഷം സബ്ജക്ട് മിനിമം നടപ്പിലാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തുടർ വർഷങ്ങളിലും ആവർത്തിക്കും. പ്രഖ്യാപനം ശിക്ഷക് സദനിലെ നവീകരിച്ച ഹാളിന്റെ ഉദ്ഘാടനത്തിനിടെ. ആളുമാറി അറസ്റ്റ്. മനംനൊന്ത് അധ്യാപിക. അപമാനം നേരിട്ട് തളിപ്പറമ്പ് സ്വദേശിനി ഹൈമാവതി. അറസ്റ്റ് വിസ തട്ടിപ്പിൽ ആളുമാറിയെന്ന പോലീസിന്റെ വിശദീകരണം. 100 രൂപ നൽകി തിരികെ പോകാൻ ആവശ്യപ്പെട്ടതായും ഹൈമവതി. വാർത്തകൾ വിശദമായി. എഡിഎം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ പുതിയ വഴിത്തിരിവ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു. BNS 108B വകുപ്പ് പ്രകാരം ദിവ്യയെ 1-ാം പ്രതിയാക്കിയാകും കേസെടുക്കുക. അതേസമയം ദിവ്യക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ പറഞ്ഞു. കണ്ണൂർ എഡിഎം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യക്കെതിരെ പോലീസ് കേസെടുക്കും. മൊഴി രേഖപ്പെടുത്തിയ ശേഷം ദിവ്യയെ കേസിൽ പ്രതി ചേർക്കാനാണ് പോലീസിന്റെ തീരുമാനം. ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താമെന്ന നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്ത് മുന്നോട്ടു പോകാൻ പോലീസ് തീരുമാനിച്ചത്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമായിരിക്കും ദിവ്യക്കെതിരെ കേസെടുക്കുക. അന്വേഷണത്തിന് കണ്ണൂർ പോലീസ് പത്തനംതിട്ടയിലെത്തും. എഡിഎമ്മിന്റെ മരണത്തിൽ നേരത്തെ തന്നെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ടെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ പറഞ്ഞു. സംഭവത്തിൽ പരാതികൾ ഒരുപാട് ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. ഇതിൽ ഓൾറെഡി ഒരു കേസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. 194 ഇത് BNSS പ്രകാരം അസ്വാഭാവിക മരണമിൻ്റെ ഒരു കേസ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ അന്വേഷണം ഞങ്ങൾ ഓൾറെഡി തുടങ്ങിയതാണ്. അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ ഫർദർ പ്രൊസീഡ് ചെയ്യുന്നുണ്ട്. നവീൻ ബാബുവിന്റെ സഹോദരൻ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനും അതുപോലെ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിക്കുമെതിരെ. അതിൽ ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ആ പരാതി ഇത് ഈ സെയിം ഇൻസിഡൻറ്റ് പെട്ടിട്ടാണ്. ഇറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ദ സെയിം ഇൻസിഡൻറ്റ്. സോ ആ പരാതിയും ഞങ്ങൾ ഈ നമ്മുടെ നിലവിൽ ഓൾറെഡി ഒരു കേസുണ്ട്. ആ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ നിലവിൽ ഞങ്ങൾ ആ പരാതിയും പരിശോധിക്കുന്നുണ്ട്. ഫർദർ അതിലെ ഒരു സെപ്പറേറ്റ് കേസ് ആവശ്യമാണോ, അത് നമുക്ക് ഇതുവരെ ലീഗലി അത് ആവശ്യം തോന്നിയിട്ടില്ല. ആവശ്യമാണെങ്കിൽ അത് സെപ്പറേറ്റ് കേസ് എടുക്കും. ഇല്ലെങ്കിൽ ഓൾറെഡി ദാറ്റ് പെറ്റീഷൻ ഓൾസോ ഹാസ് ബീൻ ഇൻക്ലൂഡഡ് അണ്ടർ ദിസ് ഇൻവെസ്റ്റിഗേഷൻ. നവീന്റെ മരണത്തിൽ കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി നൽകിയിട്ടും ഇതുവരെ പോലീസ് കേസെടുത്തില്ലെന്ന് കുടുംബം കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഇതിനിടെ എഡിഎം നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പി ദിവ്യക്കെതിരെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗം ദുൽഖിഫിൽ പരാതി നൽകി. എഡിഎമ്മിന്റെ മരണത്തിൽ അന്വേഷണം നടത്തണമെന്നും പി ദിവ്യയെ നേരിട്ട് വിളിച്ചു വരുത്തണമെന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. എഡിഎം നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണക്കാരിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ രാജിവെക്കുക, പി ദിവ്യയുടെ പേരിൽ കേസെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ പഞ്ചായത്തിലെ UDF അംഗങ്ങൾ ജില്ലാ പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ ധർണ നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. അത്രമാത്രം മാനസിക സംഘർഷമേറ്റാണ് ആ പാവ മനുഷ്യൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് ഇന്ന് പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ഏറ്റവും നല്ല ഒരു അഴിമതിയില്ലാത്ത, അതിലേറ്റവും രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ ഏറ്റവും ഒന്നാമനായി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ, അദ്ദേഹം LDF ചായ്വുള്ള ആളാണ്, സഹയാത്രികനാണ്, ഐക്യജനാധിപത്യ മുന്നണിയുമായി ബന്ധം പുലർത്തുന്ന ആളല്ല. ആരുമായിക്കോട്ടെ, ഏത് പാർട്ടിയിലുമായിക്കോട്ടെ, ഏത് സംഘടനയിലുമായിക്കോട്ടെ, അതൊന്നുമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയം. ഏത് സംഘടനയിലായാലും ഏത് ഉദ്യോഗസ്ഥനായാലും അവർക്ക് സ്വതന്ത്രമായി നീതിപൂർവം ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് സംബന്ധിച്ച് പറയാനുള്ളത്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് തോമസ് വക്കത്താനം അധ്യക്ഷത വഹിച്ചു. NP ശ്രീധരൻ, ലിസി ജോസഫ്, ജൂബിലി ചാക്കോ, SK ആബിദ, T താഹിറ തുടങ്ങിയവർ സംസാരിച്ചു. പെട്രോൾ പമ്പിന് അനുമതി, ജുഡീഷ്യൽ അന്വേഷണം വേണം. പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ. അശാസ്ത്രീയമായി പെട്രോൾ പമ്പുകൾ അനുവദിക്കുന്നതിനെതിരെ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് കണ്ണൂർ ഡിസ്ട്രിക്ട് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TV ജയദേവൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത്. കുറച്ചു കാലമായി പമ്പുകൾക്ക് NOC നൽകുന്നതുമായി ബന്ധപ്പെട്ട് വൻ അഴിമതിയും സാമ്പത്തിക ക്രമക്കേടുകളും ബാഹ്യ സമ്മർദ്ദങ്ങളും നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
വലിയ പ്രതിസന്ധിയിലാണുള്ളത്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ സ്റ്റേറ്റോട്ടൊക്കെ മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിൽ വേണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയാണ്. ഇപ്പോൾ ഏകജാലകം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 4 വർഷത്തിനുള്ളിൽ പുതിയൊരു സംവിധാനം വന്നിട്ടുണ്ട്. ഏകജാലകത്തിനൊന്നും നമ്മളിതിലല്ല, പമ്പുകളില്ലാത്തടുത്ത പമ്പ് എന്നതിന് നമ്മളിതൊന്നുമല്ല. പക്ഷെ ഇത് തൊട്ടടുത്ത് തന്നെ പമ്പിന് തൊട്ടടുത്ത് തന്നെ തുടങ്ങും. ഒരു ദൂരപരിധിയും പാലിക്കാതെ ഉണ്ട്, ഒരു നിയന്ത്രണമില്ലാതെ ഉണ്ട്. വളർത്തുന്നതിലും കയറ്റത്തിലും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാക്കം കൂടിയത് ഈ ഏകജാലകം വന്ന 4 വർഷത്തിനുള്ളിലാണ്. മുമ്പ് ജി സുധാകരൻ PWD മിനിസ്റ്ററായ സമയത്ത് എന്താണോ നാഷണൽ ഹൈവേയിൽ പാലിച്ചിട്ടുള്ള നിയമങ്ങൾ അതൊക്കെ പാലിച്ചുകൊണ്ടാണ് നമ്മുടെ മേജർ ഡിസ്ട്രിക്ട് റോഡിലായാലും PWD റോഡിലായാലും പെട്രോൾ പമ്പുകൾ വന്നിട്ടുള്ളത്. അതിന് ആദ്യം വേണ്ടത് സാധ്യതാ പഠനമാണ്. അത് നടത്താതെ കൊണ്ടാണ് വരുന്നത്. എന്താണ് സാധ്യതാ പഠനം? നമ്മളൊരു പമ്പ് തുടങ്ങി ആ പമ്പ് മുന്നോട്ട് പോകാൻ, അതായത് കച്ചവട സ്ഥിരത ഉണ്ടാവണമെങ്കിൽ ഒരു 250-300 KL വയ്ക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു തൊട്ടടുത്തൊരു പമ്പിന് നിൽക്കാൻ പറ്റും. കാരണം അത് കച്ചവടം ഡിവൈഡ് ചെയ്ത് പോകാൻ. നമ്മുടെ 2010-2011 അപൂർവ ചന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 170 KL വയ്ക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു പമ്പ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുകയുള്ളൂ. പക്ഷെ ഇതിപ്പോ കാലം കുറെ മാറിയപ്പോൾ നമ്മുടെ ചെലവുകൾ കൂടി, ടെമ്പറേച്ചർ വ്യതിയാനം വല്ലാതെ കൂടി, ഇതൊക്കെ വരുമ്പോൾ ബാഷ്പീകരണ നഷ്ടം എന്നത് മുതൽ ഒരു ഒട്ടനവധി നിങ്ങൾ കാണാത്ത ഒരുപാട് ചെലവുകൾ നമുക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ തൊഴിലാളികളുടെ ശമ്പളത്തിലോ ബോണസിലോ കുറവില്ല. കൊറോണ കാലത്ത് പോലും നമ്മൾ കുറച്ച് സമയം പണിയെടുപ്പിച്ച് നമ്മളടക്കം നിന്നുകൊണ്ട് പണിയെടുത്തിട്ട് നമ്മൾ ശമ്പളം കൊടുത്തവരാണ്. അപ്പോ ഇനിയും ഇതുപോലെ തുടരുകയാണെങ്കിൽ നമ്മൾ എന്തായാലും പ്രക്ഷോഭത്തിന് മുതിരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ 5 വർഷത്തിനിടെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ 60-ൽ പരം പമ്പുകൾ പുതുതായി അനുവദിക്കുകയും 50ഓളം അപേക്ഷകൾ നൽകി കാത്തിരിക്കുകയുമാണ്. വളക്കയിൽ പുതിയ പമ്പിന് ടൗൺ പ്ലാനർ അനുമതി നിഷേധിക്കുകയും പിന്നീട് അനുമതി ലഭിച്ച് പമ്പ് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് നിഷ്പക്ഷമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സെക്രട്ടറി M. അനിൽ, ട്രഷറർ C. ഹരിദാസ്, KV രാമചന്ദ്രൻ, C. രാജേന്ദ്രൻ, സുധൻ KV എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ആത്മഹത്യാ കുറ്റം പോലീസ് ചുമത്തിയതിനാൽ PP ദിവ്യ രാജിവെച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. CPM കണ്ണൂർ ജില്ലാ നേതൃത്വം എത്ര പിന്തുണ നൽകിയാലും ദിവ്യ രക്ഷപ്പെടില്ല. രാജിവെച്ചില്ലെങ്കിൽ UDF ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും. CPMന് എന്തെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ PP ദിവ്യയെ പുറത്താക്കണമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. അവരെത്രയും പെട്ടെന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ അവർ രാജിവെച്ച് പൊതുസമൂഹത്തോട് അവർ മാപ്പ് പറയാൻ തയ്യാറാകണം. CPMൻ്റെ കണ്ണൂർ ജില്ലാ നേതൃത്വം എത്ര പിന്തുണ കൊടുത്താലും അല്ലെങ്കിൽ ഏതെല്ലാം വഴിയിലൂടെ അവരെ നിലനിർത്താൻ വേണ്ടി ആഗ്രഹിച്ചാലും അത് സാധ്യമല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. കാരണം ഇവിടെ വളരെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. വരുന്ന ഓരോരോ ദിവസങ്ങളിലും വരുന്ന ഓരോരോ റിപ്പോർട്ടുകൾ ഇവരുടെ ഈ ഗൂഢാലോചന തെളിയിക്കപ്പെടുകയാണ്. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുരുക്കുമുറുകി ദിവ്യ. ADMന്റെ ആത്മഹത്യയിൽ പുതിയ വഴിത്തിരിവ്. ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുത്തേക്കും. അന്വേഷണം നടന്നുവരുന്നതായി സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ. 8ാം ക്ലാസ്സിൽ ഈ വർഷം സബ്ജക്ട് മിനിമം നടപ്പിലാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തുടർ വർഷങ്ങളിലും ആവർത്തിക്കും. പ്രഖ്യാപനം ശിക്ഷക് സദനിലെ നവീകരിച്ച ഹാളിന്റെ ഉദ്ഘാടനത്തിനിടെ. ആളുമാറി അറസ്റ്റ്, മനംനൊന്ത് അധ്യാപിക. അപമാനം നേരിട്ട് തളിപ്പറമ്പ് സ്വദേശിനി ഹൈമാവതി. അറസ്റ്റ് വിസ തട്ടിപ്പിൽ ആളുമാറിയെന്ന പോലീസിന്റെ വിശദീകരണം. 100 രൂപ നൽകി തിരികെ പോകാൻ ആവശ്യപ്പെട്ടതായും ഹൈമവതി. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology,
അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. ഇപ്പൊ മൈജിയിൽ സൂപ്പർ EMIയുടെ കാലമാണ്. ദിവസേന ചെറിയ തുകകൾ മാറ്റിവെച്ചോ, മാസാമാസമോ EMI അടച്ച് സ്വപ്നത്തിലുള്ള ഹോം അപ്ലയൻസസും ഇലക്ട്രോണിക് ഉപകരണങ്ങളും സ്വന്തമാക്കാം. വാങ്ങുമ്പോഴേ നല്ലത് തന്നെ വാങ്ങണം, കാരണം ഇത് ഫ്യൂച്ചറിലേക്കും കൂടി ഉള്ളതല്ലേ. മൈജി ഫ്യൂച്ചർ, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് സ്റ്റോർ. വാർത്തയിലേക്ക്. വിദഗ്ധരായ തൊഴിലാളികളെ സൃഷ്ടിക്കുന്നതിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കണ്ണൂർ ഗവൺമെന്റ് ITI അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് ഒന്നാംഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കണ്ണൂർ ഗവൺമെന്റ് ITIയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സോളാർ ടെക്നീഷ്യൻ, 3D പ്രിന്റിംഗ് എന്നീ അതിനൂതന ട്രേഡുകൾ അനുവദിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ട്രേഡുകൾ അടുത്ത വർഷം പ്രവർത്തന സജ്ജമാകുമെന്നും മന്ത്രി അറിയിച്ചു. നൈപുണ്യ പരിശീലന രംഗത്ത് വിദേശത്തും സ്വദേശത്തും മെച്ചപ്പെട്ട തൊഴിൽ കണ്ടെത്താൻ വിദഗ്ധ പരിശീലനമാണ് ITIകൾ നൽകുന്നത്. വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹിക വികസന മേഖലകളിൽ കേരളം എന്നും മുൻനിരയിലാണ്. ITIകൾ ഈ വിജയത്തിലെ അവിഭാജ്യ ഘടകമാണെന്നും മന്ത്രി പറഞ്ഞു. ഞാനിവിടെ ഇത്തിരി മനോഹരമായ കെട്ടിടം, ലിഫ്റ്റടക്കമുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടം, അതിൽ അടുത്ത വർഷം നമുക്ക് ആരംഭത്തിൽ ഇത് കേരളത്തിൽ ഏറ്റവും അധികം ഡിമാൻഡുള്ള 3 കോഴ്സുകൾ ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, 2 സോളാർ ടെക്നീഷ്യൻ, 3 +30 പ്രിന്റിംഗ്, 3D പ്രിന്റിംഗ്. ഇത് സാമ്പത്തിക ബാധ്യതയില്ലാതെ 120 അധ്യാപകരുണ്ട്. റീവാമ്പിംഗ് ചെയ്തുകൊണ്ട് ഉള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിൻസിപ്പൽ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് സമർപ്പിക്കണം. അടുത്ത വർഷം നമുക്ക് ബഹുമാനപ്പെട്ട രാമചന്ദ്രൻ കന്നപ്പള്ളിയുടെ നേതൃത്വത്തിൽ അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കൂടി കഴിയണമെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. പാർശ്വവത്കരിക്കപ്പെട്ട സമൂഹങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും സാങ്കേതിക വിദ്യാഭ്യാസം നൽകുന്നതിൽ സംസ്ഥാനം ശ്രദ്ധേയമായ വിജയം നേടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സാങ്കേതിക മേഖലകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ശ്രദ്ധേയമാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മുതൽ ഓട്ടോമൊബൈൽ മെക്കാനിക്സ് വരെയുള്ള പാരമ്പര്യേതര ട്രേഡുകളിൽ ITIകൾ സ്ത്രീകളെ പിന്തുണക്കുന്നുണ്ട്. ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും വ്യവസായ രംഗത്ത് സ്ത്രീകൾക്ക് തുല്യ അവസരങ്ങളുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള സുപ്രധാനമായ ചുവടുവെപ്പാണിതെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ ഗവൺമെന്റ് ITIയിൽ നിലവിലുള്ള ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് ട്രേഡിന് കേരള PSCയുടെ അംഗീകാരം ലഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ വിഭാഗത്തിൽ അവാർഡ് നേടിയ വിദ്യാർത്ഥി അഭിനവിനെയും മെന്റർ MM മനോജിനെയും മന്ത്രി വി ശിവൻകുട്ടി ആദരിച്ചു. രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി. ITI അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് കിഫ്ബി വഴി 13.8 കോടി രൂപയുടെ പദ്ധതിക്കാണ് അംഗീകാരം ലഭിച്ചത്. ഇതിൽ ഒന്നാം ഘട്ടമായി 4.1 കോടി
രൂപ ചെലവിൽ കേസിന്റെ മേൽനോട്ടത്തിലാണ് കെട്ടിട സമുച്ചയ നിർമ്മാണം പൂർത്തിയാക്കിയത്. രണ്ടാം ഘട്ടത്തിൽ ഭിന്നശേഷി സൗഹൃദത്തിന്റെ ഭാഗമായി ലിഫ്റ്റ് സംവിധാനം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതിനൂതന ട്രേഡുകൾക്ക് അനുയോജ്യമായ ക്ലാസ് റൂമുകൾ, വർക്ക് ഷോപ്പുകൾ, മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. KASC പ്രൊജക്ട് മാനേജർ S. ശിവദത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡയറക്ടർ ഓഫ് ട്രെയിനിംഗ് ആൻഡ് സ്റ്റേറ്റ് അപ്രന്റീസ്ഷിപ്പ് അഡ്വൈസർ സൂഫിയാൻ അഹമ്മദ്, കണ്ണൂർ റീജിയണൽ ഡയറക്ടറേറ്റ് ജോയിന്റ് ഡയറക്ടർ P. വാസുദേവൻ, ട്രെയിനിംഗ് ഡയറക്ടറേറ്റ് ജോയിന്റ് ഡയറക്ടർ A. ഷമ്മി ബക്കർ, KIIDC ഡെപ്യൂട്ടി ജനറൽ മാനേജർ TN ഗംഗാധരൻ, വ്യവസായ പരിശീലന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ R. സുരേഷ് കുമാർ, വ്യവസായ പരിശീലന വകുപ്പ് കോഴിക്കോട് മേഖലാ ട്രെയിനിംഗ് ഇൻസ്പെക്ടർ SV അനിൽകുമാർ, കണ്ണൂർ ITI പ്രിൻസിപ്പൽ BS ദിലീപൻ, കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് പ്രിൻസിപ്പൽ പ്രമോദ് ചാത്തമ്പള്ളി, ഗവൺമെന്റ് വനിതാ ITI പ്രിൻസിപ്പൽ MP വത്സലൻ, IMC ചെയർമാൻ ഡോക്ടർ ജോസഫ് ബെനബൻ, ഇൻസ്പെക്ടർ ഓഫ് ട്രെയിനിംഗ് T. മനോജ് കുമാർ, PTA പ്രസിഡന്റ് P. ഷാജി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി ആടുകളിലുണ്ടായിരുന്ന ആടുവസന്ത രോഗത്തിനെതിരെയുള്ള കുത്തിവയ്പ് നാളെ. പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനമാണ് ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ നടക്കുക. കുത്തിവയ്പ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നാളെ കോർപ്പറേഷൻ മേയർ ഉദ്ഘാടനം ചെയ്യും. സാമ്പത്തിക മേഖലയിൽ രാജ്യത്തിൻ്റെ സമ്പദ്സ്ഥിതിയിൽ മൃഗസംരക്ഷണ മേഖല വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു ആഘാതം ഏൽപ്പിക്കുന്നത് മൃഗങ്ങളിൽ വരുന്ന പകർച്ചവ്യാധികൾ മൂലമുണ്ടാകുന്ന മൃഗങ്ങൾക്കുള്ള മരണമോ അല്ലെങ്കിൽ ഉൽപ്പാദന നഷ്ടമോ ആണ് ഈ മേഖലയിൽ ഏറ്റവും വലിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നത്. നമുക്ക് വാക്സിനേഷൻ മൂലം തടയാൻ സാധിക്കുന്ന രോഗങ്ങളെ തടയാനായിട്ട് മൃഗസംരക്ഷണ വകുപ്പ് പല വിധത്തിലുള്ള വാക്സിനേഷൻ പ്രോഗ്രാംസ് നടത്തി വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, കുളമ്പ് രോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളൊക്കെ കുറേ വർഷമായി നടത്തി വരുന്നതാണ്. അടുത്ത കാലത്തായി ബ്രൂസലോസിസ് രോഗത്തിൻ്റെ ഒരു ഇതുപോലെ ക്യാമ്പയിൻ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും യോജിച്ചിട്ട്. പിന്നെ മറ്റ് പല രോഗങ്ങൾക്കുള്ള വാക്സിനേഷനും ചെയ്തു വരുന്നുണ്ടായിരുന്നു. അതിലൊരു രോഗമാണ് ആടുകൾക്ക് വരുന്ന പകർച്ചവ്യാധിയായിട്ടുള്ള PPR, ഒരു വൈറസ് രോഗമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ ആടുവളർത്തൽ എന്ന് പറയുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കർഷകരുടെ ഇടയിലെ അവരുടെ ഒരു ജീവിതമാർഗമാണ്. പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനമാണ് നാളെ കാലത്ത് 11:30 ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ മേയർ മുസ്ലിഹ് മഠത്തിൽ നിർവഹിക്കുന്നത്. നവംബർ 5 വരെ 15 പ്രവൃത്തി ദിവസങ്ങളിലായി നടക്കുമെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ M. വിനോദ് കുമാർ പറഞ്ഞു. 4 മാസത്തിന് മുകളിൽ പ്രായമുള്ള 65,200 ആടുകൾക്കാണ് പ്രതിരോധ കുത്തിവെപ്പ് നൽകുന്നത്. വാർത്താ സമ്മേളനത്തിൽ ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ PK പത്മരാജ്, ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ KS ചിത്ര, പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഡോക്ടർ കിരൺ വിശ്വനാഥ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വിസ തട്ടിപ്പ് കേസിൽ കേരള പോലീസ് ആളുമാറി അറസ്റ്റ് ചെയ്ത് പൊതുവഴിയിൽ ഉപേക്ഷിച്ചതായി അധ്യാപികയുടെ ആരോപണം. തളിപ്പറമ്പ് മഴൂരിലെ പൊയിൽ നാരായണന്റെ മകൾ ഹൈമവതിയാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ കിരൺ, നിഷിത എന്നീ പോലീസ് ഉദ്യോഗസ്ഥരും കൂത്താട്ടുകുളം സ്റ്റേഷനിലെ അനിൽ കുര്യാക്കോസുമാണ് ഹൈമവതിയെ അറസ്റ്റ് ചെയ്തത്. ഇനിയൊരു അവഹേളനം ഞാൻ സഹിക്കാൻ ബാക്കിയില്ല. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോൺ കോൾ വരുന്നു, ഈ കിരൺ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന് എനിക്ക് തന്നിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ ആ ഫോൺ കോളിൽ വളപട്ടണം CI ആയിരുന്നു. CI എന്നോട് പറഞ്ഞു, ഹൈമേ നീ എറണാകുളത്താണ്, ഞാൻ അറിയില്ലായിരുന്നു, അതുപോലെ തന്നെ ഒരു അഡ്രസ്സിൽ വന്നൊരു പാകപ്പിഴയാണിത്, നീ ഇപ്പോൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ആ രാത്രിയിൽ എനിക്കിതാ ആ 100 രൂപ ആ സമയത്ത് കിരൺ പോലീസിന് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു ഫോണ്. ആ ഫോൺ കൊടുത്ത സമയത്ത് കിരൺ പോലീസ് പറഞ്ഞത്, നിങ്ങളെ അറിയുന്ന പോലീസ് ഉദ്യോഗസ്ഥനല്ലേ, പറഞ്ഞു നിങ്ങളിപ്പോൾ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് കേസിൻ്റെ പിന്നെ നോക്കിയിട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിറുവിറുക്കുന്നുണ്ടായിരുന്നു അവർ. അപ്പം നിഷിത എന്ന് പറഞ്ഞ മേഡം എന്താ ഒരു 100 രൂപ നിങ്ങൾ കാണണം, എന്താ ഈ 100 രൂപ എടുത്തു തന്നിട്ട് എന്നോട് പറഞ്ഞു പോക്കോ, ഇനി പോയിക്കോ എന്ന് പറഞ്ഞു. ഈ 100 രൂപ എടുത്തിട്ടാണ് എന്നോട് പറയുന്നത്. അപ്പോൾ ആ കൂത്താട്ടുകുളം ബസ് സ്റ്റോപ്പ് എനിക്ക് പരിചയമില്ല, അതിൻ്റെ തൊട്ടടുത്ത് ബാറാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഇപ്പോഴാണ് എനിക്കറിയില്ല. ആ സമയത്ത് ഞാൻ ഈ 100 രൂപയും പിടിച്ചിട്ട് ഇനി എങ്ങോട്ട് പോകും, ഇനി എനിക്ക് ജീവിക്കണ്ട, കാരണം എൻ്റെ ജീവനക്കാരൻ മുന്നിൽ എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നു, ഞാൻ ഇനി എന്തിന് ജീവിക്കണം? കാരണം വെച്ചാൽ എനിക്ക് ആത്മഹത്യ ചെയ്താൽ മതി എന്നായി. ആ ഒരു സമയത്തുണ്ടാകുന്ന ഒരു വേദന, ഒരു അവഹേളനം എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറഞ്ഞാൽ അപ്പുറത്തായിരുന്നു. അത്രയ്ക്കും ഒരു വേദനയോടുകൂടിയാണ് ആ ഒരു സമയത്ത് നിൽക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 5 വൈകിട്ട് 3:30 കൂത്താട്ടുകുളത്തിനടുത്തുള്ള ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തളിപ്പറമ്പ് മഴൂരിലെ പൊയിൽ നാരായണന്റെ മകൾ ഹൈമവതിയെയാണ് ആളുമാറി പോലീസ് അറസ്റ്റ് ചെയ്തത്. വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ കിരൺ, നിഷിത എന്നീ പോലീസ് ഉദ്യോഗസ്ഥരും കൂത്താട്ടുകുളം സ്റ്റേഷനിലെ അനിൽ കുര്യാക്കോസുമാണ് ഹൈമവതിയെ അറസ്റ്റ് ചെയ്തത്. കുടുംബാംഗങ്ങളെ ബന്ധപ്പെടാൻ അനുവദിക്കാതെ ചെക്ക്, പാസ്പോർട്ട് തട്ടിപ്പ് കേസുകളുണ്ടെന്ന് പറഞ്ഞ് ഇവർ സ്റ്റേഷനിൽ കൊണ്ടുപോയി മണിക്കൂറുകളോളം പീഡിപ്പിക്കുകയായിരുന്നു. ഇത് കാരണം തന്റെ മനോനില തന്നെ തകരാറിലായെന്നും നീതിക്കായി പോരാട്ടം തുടരുമെന്നും ഹൈമവതി പറഞ്ഞു.
ചോമ്പാല CSI ക്രിസ്ത്യൻ മുള്ളർ വിമൻസ് കോളേജിലെ 2021-24 ബാച്ചിന്റെ ബിരുദദാന ചടങ്ങ് നടന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ ഡോക്ടർ ഗോഡ്വിൻ സാംരാജ DP മുഖ്യ അതിഥിയായി. ചോമ്പാല ഇടവക വികാരി ഫാദർ ഷെറിൻ ജോർജ്, മാനേജർ ആനന്ദ് K. നെൽസൺ, പ്രിൻസിപ്പൽ ഡോക്ടർ P. ശശികുമാർ, അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ KK അശോകൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജി ബത്തൽ, സ്റ്റാഫ് അഡ്വൈസർ ഷീല S എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. നിർധനരായ കുടുംബങ്ങൾക്ക് പാർപ്പിടമൊരുക്കാൻ രൂപീകരിച്ച സ്നേഹസാന്ത്വനം ഭവന നിർമ്മാണ കമ്മിറ്റി 3 വീടുകൾ കൂടി നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. കണ്ണൂർ മുസ്ലിം ജമാഅത്ത് ഓഡിറ്റോറിയത്തിൽ ചേർന്ന ബഹുജന സംഗമത്തിൽ വെച്ചാണ് തീരുമാനം. സംഗമം ഉദ്ഘാടനവും വീട് നിർമ്മാണ സഹായ പോസ്റ്റർ പ്രകാശനവും കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ നിർവഹിച്ചു. വിപുലമായ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് വലിയ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്നേഹം, സ്വാതന്ത്ര്യം. നമുക്കറിയാം, ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം വീട് എന്നത് അവരെ ഒരു സ്വപ്നമാണ്. അത് ഏത് രീതിയിൽപ്പെട്ട ആളായാലും, സാമ്പത്തിക ശേഷിയിലായാലും ശരി, എല്ലാത്തവരായാലും ശരി, അതൊക്കെ വലിയ സ്വപ്നമായി. പ്രത്യേകിച്ച് നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ സ്ഥിതിഗതികൾ, സാമൂഹ്യ സ്ഥിതി, അതുകൊണ്ട് തന്നെ ഒരു വീട് എന്നുള്ളത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരം ഇത് പല രീതിയിലാണ്. സമ്പത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെതായ രീതിയിൽ പോകും. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രീതിയിൽ, എന്നാൽ ഒന്നുമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു രീതിയിൽ, അതൊരു സ്നേഹസ്വാതന്ത്ര്യമായി തന്നെ ആ യോഗത്തിൽ തന്നെ പോയാൽ മാത്രമേ പദ്ധതി നടത്തിപ്പിന് വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു. നിർമ്മാണം അതിവേഗം പൂർത്തീകരിക്കുന്നതിന് ഉദാരമതികളുടെ സഹായവും യോഗം ആവശ്യപ്പെട്ടു. നേരത്തെ 4 വീടുകൾ കമ്മിറ്റി നിർധനരായവർക്ക് നിർമ്മിച്ചു നൽകിയിരുന്നു. വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ കൂട്ടായ്മകളെ പ്രതിനിധീകരിച്ച് അൽത്താഫ് മാങ്ങാടൻ, ഫൈസൽ മാക്കൂലകത്ത്, അഷറഫ് പിലാക്കിൽ, മുഹമ്മദ് ഷിദിൽ, ഇക്ബാൽ പൂക്കുണ്ടിൽ, സി മുഹമ്മദ് ഇംതിയാസ്, ഡോക്ടർ P. സലീം, അബ്ദുൾ റഷീദ് കലിമ, അബു അൽമാസ് മുബഷീർ, ഇസ്മായിൽ ഹാജി, അഷ്റഫ് ബംഗാളി മൊഹല്ല എന്നിവർ സംസാരിച്ചു. കമ്മിറ്റി ചെയർമാൻ E. T. മുഹമ്മദ് മൻസൂർ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ സക്കീർ അറക്കകത്ത് പദ്ധതി വിശദീകരിച്ചു. കൺവീനർ ഹാഷിം കലിമ സ്വാഗതവും AO ഹാഷിം നന്ദിയും രേഖപ്പെടുത്തി. 8ാം ക്ലാസ്സിൽ ഈ വർഷവും അടുത്ത വർഷവും 9ാം ക്ലാസ്സിലും തുടർവർഷം 10ാം ക്ലാസ്സിലും സബ്ജക്ട് മിനിമം നടപ്പിലാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ദേശീയ അധ്യാപക ക്ഷേമ ഫൗണ്ടേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കണ്ണൂർ ശിക്ഷക് സദന്റെ നവീകരണം പൂർത്തീകരണത്തിന്റെയും പുതിയ ഹാളിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സബ്ജക്ട് മിനിമം നടപ്പിലാക്കുന്നതിന് എല്ലാ അധ്യാപകരുടെയും പിന്തുണയും സഹായവും മന്ത്രി അഭ്യർത്ഥിച്ചു. നമ്മുടെ കുട്ടികൾ ഒരു വിഷയത്തിലും മോശപ്പെടാൻ പാടില്ല. എല്ലാ വിഷയത്തിലും മിനിമം മാർക്ക് വാങ്ങേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഏതെങ്കിലും വിഷയത്തിൽ മാർക്ക് കുറഞ്ഞാൽ 2 ആഴ്ചക്കകം വീണ്ടും പരീക്ഷ എഴുതാനാവും. ഓൾ പ്രൊമോഷനിൽ മാറ്റം വന്നാലേ മതിയാവൂ എന്നും മന്ത്രി പറഞ്ഞു. ഭിന്നശേഷി കുട്ടികളുടെ അധ്യാപകർ അവരെ സ്വന്തം മക്കളെ പോലെ പരിചരിക്കുന്നവരാണ്. സർക്കാർ എയ്ഡഡ് മേഖലയിലെ ഈ അധ്യാപകർക്ക് കൂടുതൽ ആനുകൂല്യം നൽകുന്നതും സ്കൂളുകളിൽ കൂടുതൽ ഉപകരണങ്ങൾ നൽകുന്നതും സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. ഏകദേശം 1.5 കോടി രൂപ ചെലവഴിച്ചാണ് കണ്ണൂർ ശിക്ഷക് സദൻ നവീകരിച്ചത്. എയർ കണ്ടീഷൻ ചെയ്ത ഓഡിറ്റോറിയം, മിനി ഹാൾ, ഡൈനിംഗ് ഹാൾ, 14 ഡബിൾ റൂം, 6 ഡോർമിറ്ററികൾ എന്നിവയാണ് സജ്ജീകരിച്ചത്. 3 നിലകളിലായാണ് നിർമ്മാണം. ലിഫ്റ്റ് സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. അധ്യാപകർക്ക് മികച്ച സൌകര്യങ്ങൾ നൽകുന്നതിനുള്ള ശ്രമങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു സ്കൂളുകളിൽ. നിങ്ങളുടെ ലിഫ്റ്റ് പോലെ നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോൾ ലിഫ്റ്റ് ഉണ്ട്. അധ്യാപകർക്ക് മാത്രം അങ്ങനെ ഗംഭീര ലിഫ്റ്റ് കയറി പോകണ്ട. നമ്മുടെ സ്കൂൾക്കുള്ളൊരു ലിഫ്റ്റിൽ കയറി പോവുകയാണ്. ഗവൺമെന്റ് സ്കൂളുകളിൽ പലരും ലിഫ്റ്റുള്ള സ്കൂളുകളാണ്. അപ്പോൾ ഈ വർഷം മുതലാണ് രക്ഷാകർത്താക്കളാണ് അല്ലെ, അധ്യാപകരാണല്ലോ 4% കൂടുതൽ ഇരിക്കുന്നത് അല്ലേ. സബ്ജക്റ്റ് മിനിമം നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമ്മുടെ കുട്ടികൾ ഒരു വിഷയത്തിന് മോശപ്പെടാൻ വേണ്ടി പാടില്ല. സ്വാഗത നൃത്തം അവതരിപ്പിച്ച വിവിധ BRCകൾക്ക് കീഴിലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പദ്ധതിയിലെ കുട്ടികൾക്ക് മന്ത്രി ഉപഹാരം നൽകി. രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ദേശീയ അധ്യാപക ഫൗണ്ടേഷൻ കേരള അസിസ്റ്റന്റ് സെക്രട്ടറി R. സുനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലറുടെ PK അൻവർ, കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ KN ബാബു മഹേശ്വരി പ്രസാദ്, കണ്ണൂർ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ R. രാജേഷ് കുമാർ, പയ്യന്നൂർ VHC അസിസ്റ്റന്റ് ഡയറക്ടർ ഉദയകുമാരി, വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർ KC സുധീർ,
ദേശീയ അധ്യാപക ക്ഷേമ ഫൗണ്ടേഷൻ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം KC സ്നേഹശ്രീ, AK ബീന എന്നിവരും പങ്കെടുത്തു. NH-17 ദേശീയപാതയിൽ എടക്കാട് അടിപ്പാത അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ട ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ആക്ഷൻ കമ്മിറ്റി. SN കോളേജ് മുതൽ എടക്കാട് വരെയുള്ള ജനങ്ങൾക്ക് തലശ്ശേരി ഭാഗത്തേക്ക് യാത്ര ചെയ്യാനാവില്ലെന്ന് കാണിച്ച് ദേശീയപാത അതോറിറ്റി അധികൃതർക്ക് നിവേദനം സമർപ്പിച്ചിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് സമരപരിപാടികൾ കടുപ്പിക്കാൻ ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചത്. പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 21-ന് തോട്ടടയിൽ പൊതുയോഗവും 22-ന് ദേശീയപാത അതോറിറ്റി ഓഫീസ് ഉപരോധവും നടത്തുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. കണ്ണൂർ തലശ്ശേരി ദേശീയപാത യാഥാർത്ഥ്യമാകുന്നതോടെ NH-17 ദേശീയപാതയിൽ SN കോളേജ് മുതൽ എടക്കാട് വരെയുള്ള പ്രദേശത്തെ ജനങ്ങൾക്ക് തലശ്ശേരി ഭാഗത്തേക്ക് യാത്ര ചെയ്യാനാവില്ല എന്ന് ആക്ഷൻ കമ്മിറ്റി അറിയിച്ചു. എടക്കാട് OKUP സ്കൂളിനും എടക്കാട് പെട്രോൾ പമ്പിനുമിടയിൽ അടിപ്പാത നിർമ്മിക്കുക മാത്രമാണ് ഏക പരിഹാരം. എന്നാൽ അടിപ്പാത അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് നടാൽ OKUP അണ്ടർപാസ് ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 22-ന് ദേശീയപാത അതോറിറ്റി ഓഫീസ് ഉപരോധിക്കും. 21-ന് തോട്ടടയിൽ പൊതുയോഗം നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ദേശീയപാത യാഥാർത്ഥ്യമായാൽ കണ്ണൂരിൽ നിന്ന് തലശ്ശേരി ഭാഗത്തേക്ക് വാഹനങ്ങൾ നിലവിലുള്ള റോഡിലൂടെ കടന്നുപോകാനാവില്ല. കണ്ണൂരിൽ നിന്ന് തലശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ NH-66-ന്റെ കിഴക്കുഭാഗത്തെ സർവീസ് റോഡിലൂടെയാണ് പോകേണ്ടത്. ഈ പ്രദേശത്ത് നിരവധി സർക്കാർ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ട്. നിരവധി വാഹന ഷോറൂമുകൾ ഉൾപ്പെടെയുണ്ട്. എടക്കാട് വില്ലേജ് ഓഫീസ്, കണ്ണൂർ കോർപ്പറേഷൻ എടക്കാട് സോണൽ ഓഫീസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി, ESI ആശുപത്രി, തോട്ടട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് പോളിടെക്നിക്, ഗവൺമെന്റ് ITI, ടെക്നിക്കൽ ഹൈസ്കൂൾ, VHSC, ശ്രീനാരായണ കോളേജ് എന്നിവ ഈ ഭാഗത്താണ്. നിലവിലുള്ള NH-17 വഴി 50-ലധികം ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഈ ബസ്സുകൾക്കും നിലവിലുള്ള റോഡിലൂടെ സർവീസ് നടത്താൻ ആവില്ല. അടിപ്പാത അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപടി ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ദേശീയപാത അതോറിറ്റിക്ക് അടിപ്പാത അനുവദിച്ച് കിട്ടുന്നതിന് സമർപ്പിച്ച അപേക്ഷയ്ക്ക് വിചിത്രമായ മറുപടിയാണ് ലഭിച്ചത്. തൊട്ടടുത്തുള്ള അടിപ്പാതകളിലൂടെ ബസ്സുകൾക്ക് കടന്നുപോകാനാകുമെന്നാണ് അറിയിച്ചത്. ഇതൊരു ദേശത്തിൻ്റെ പ്രശ്നമാണ്, ബസ് ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രശ്നമല്ല. ഇപ്പോൾ SN കോളേജ് മുതൽ നടാൽ വരെയുള്ള ഏതാണ്ട് 8 ഡിവിഷനുകളിലുള്ള ആളുകൾ അവരുടെ യാത്ര നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ യോഗം ചേർന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും എല്ലാ ട്രേഡ് യൂണിയനും എല്ലാവരും പങ്കെടുത്തുകൊണ്ട് നമ്മൾ മിനിയാന്ന് ഇപ്പോൾ യുവജനങ്ങളെ പങ്കെടുപ്പിച്ചു, വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചു, ഇന്നലെ അവരെയൊക്കെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇനിയിപ്പോൾ 21-ാം തീയതി തോട്ടടയിൽ ഒരു പൊതുയോഗം നടത്താൻ പോവുകയാണ്. ആ പൊതുയോഗം ബഹുമാനപ്പെട്ട മേയർ ഉദ്ഘാടനം ചെയ്യും. 22-ാം തീയതി ഇവരുടെ ബസ് സമരം ആരംഭിക്കുമ്പോൾ നമ്മളിവിടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫീസ് ഉപരോധിക്കും. ആ ഉപരോധിക്കുന്നതിൻ്റെ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ KV സുമേഷ് MLA അവർകളാണ്. ശക്തമായ പ്രക്ഷോഭവുമായി ആക്ഷൻ കമ്മിറ്റി മുന്നോട്ടു പോകുമെന്ന് ചെയർമാൻ സത്യൻ വണ്ടിച്ചാലിൽ, ജനറൽ കൺവീനർ K പ്രദീപൻ, PK പവിത്രൻ, PV പുരുഷോത്തമൻ, K ഗംഗാധരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ നോർത്ത് ഉപജില്ലാ കായികമേളയ്ക്ക് തലശ്ശേരിയിൽ തുടക്കമായി. VR കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. മേളയിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, UP വിഭാഗങ്ങൾക്ക് ഇന്നും നാളെയും, LP വിഭാഗങ്ങൾക്ക് ശനിയാഴ്ചയുമാണ് മത്സരങ്ങൾ നടക്കുക. പക്ഷേ സ്പോർട്സ് രംഗത്ത് തൽപരരായിട്ടുള്ള അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമെല്ലാം ഈ കാലവർഷ അന്തരീക്ഷത്തെ അവഗണിച്ചുകൊണ്ട് അവർ പങ്കെടുക്കേണ്ട മത്സരങ്ങളിൽ ഏറെ താല്പര്യത്തോടും വാശിയോടും കൂടി പങ്കെടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പാണ് നമ്മുടെ പരിസരത്ത് നാം കാണുന്നത്. നമ്മുടെ കേരളത്തിൽ ഇതേ തരത്തിൽ സബ് ജില്ലാ തലത്തിലും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ തന്നെ കായിക മത്സരങ്ങൾ മാത്രമല്ല കലാമത്സരങ്ങളടക്കമുള്ള വിവിധങ്ങളായ പാഠ്യേതര വിഷയങ്ങൾ വിവിധ മത്സരങ്ങളിലായി നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സമാപ്തിയിലെത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ അധ്യയനത്തിൻ്റെ പരീക്ഷ കൂടി
രാവിലെ 9 മണിക്ക് പതാക ഉയർത്തലോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായത്. AEO OC പ്രസന്നകുമാരിയാണ് പതാക ഉയർത്തിയത്. HM ഫോറം സെക്രട്ടറി TK പ്രദീപൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ OC പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു. T പ്രസീത, ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ PP മുഹമ്മദ് അലി, അധ്യാപക സംഘടനാ പ്രതിനിധി PV സിന്ധു, CP അഭിലാഷ്, ബിന്ദു കൃഷ്ണൻ, രാജിത്ത് കുളവയൽ, സുബൈർ M, സ്പോർട്സ് അസോസിയേഷൻ കണ്ണൂർ നോർത്ത് സെക്രട്ടറി KP നിർമ്മല തുടങ്ങിയവർ പങ്കെടുത്തു. ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിക്കൊണ്ട് ഉത്തര മലബാറിലെ ആദ്യ റോബോട്ടിക് ശസ്ത്രക്രിയ കണ്ണൂർ ആസ്റ്റർ മിംസിൽ വിജയകരമായി പൂർത്തീകരിച്ചു. കണ്ണൂർ സ്വദേശിനിയായ 42 വയസ്സുകാരിയുടെ ഉദര ശസ്ത്രക്രിയയാണ് റോബോട്ടിക് ശസ്ത്രക്രിയയിലൂടെ പൂർത്തീകരിച്ചത്. ഡോക്ടർ സോമശേഖരൻ SP നേതൃത്വത്തിൽ ആസ്റ്റർ മിംസ് ഗൈനക്കോളജി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ ജുബൈരിയത്ത്, KV ഹാസുരിയ ബീഗം, കൌശിക് V തുടങ്ങിയവർ സർജറി പൂർത്തീകരിച്ചു. ആസ്റ്റർ DM ഹെൽത്ത് കെയർ മെഡിക്കൽ അഡ്വൈസറി ബോർഡ് ചെയർമാനും റോബോട്ടിക് സർജറി പരിശീലന രംഗത്തെ വിദഗ്ധനുമായ ഡോക്ടർ സോമശേഖരൻ SP നേതൃത്വത്തിൽ ആസ്റ്റർ മിംസ് ഗൈനക്കോളജി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ ജുബൈരിയത്ത് KV, ഡോക്ടർ ഹാസുരിയ ബീഗം, ഡോക്ടർ കൌശിക് V തുടങ്ങിയവർ ചേർന്നാണ് റോബോട്ടിക് സർജറി പൂർത്തീകരിച്ചത്. ഗർഭപാത്രത്തിൽ വളർന്നുവരുന്ന 2 ഫൈബ്രോയിഡുകളും അനുബന്ധമായ രക്തസ്രാവവും വേദനയും മരുന്നുപയോഗിച്ചിട്ടും പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിക്കാതെ വന്ന ഘട്ടത്തിലാണ് ശസ്ത്രക്രിയ ആവശ്യമായി വന്നതെന്ന് ഡോക്ടർമാർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ഹിസ്റ്ററക്ടമിയാണ് ചെയ്തത്. അത് റോബോട്ടിക് സർജറിയാണ്. റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ലാപ്രോസ്കോപ്പിക് സർജറി. പക്ഷേ റോബോട്ട് ചെയ്യുന്നതല്ല, ഒരു സർജൻ തന്നെയാണ് റോബോട്ടിനെ കൺട്രോൾ ചെയ്ത് അതിനെ കൊണ്ട് കേസ് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോൾ റോബോട്ടിക് സർജറിക്ക് ഒരു 3 യൂണിറ്റ് ഉണ്ട്. ഒന്ന് റോബോട്ട്, നിങ്ങൾ ഇതിൽ കാണുന്ന പോലെ അതിന് 4 കൈകളുണ്ട്. ഒന്നിലൂടെ ക്യാമറ ഫിക്സ് ചെയ്യും, ബാക്കി 3ലും ഇൻസ്ട്രുമെന്റ്സ് ആണ്. രണ്ടാമത്തേത് കൺസോള്, അവിടെ ഇരുന്നാണ്, കുറച്ച് മാറി ഇരുന്നാണ് സർജൻ കൺട്രോൾ ചെയ്യുക. മൂന്നാമത്തേത് മോണിറ്റർ. അപ്പോൾ ഇതിൻ്റെ അപ്പോൾ പേഷ്യൻറ്റിൻ്റെ അടുത്ത് ആരും ഇല്ലാതിരിക്കൂല. പേഷ്യൻ്റെ അടുത്ത് അസിസ്റ്റൻ്റ് ഉണ്ടാവും. അനസ്തീഷ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ അസിസ്റ്റൻ്റ് അതിൻ്റെ പോർട്ടുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇൻസ്ട്രുമെൻ്റൊക്കെ ഘടിപ്പിച്ച് അടുത്ത് തന്നെ ഉണ്ടാവും. പക്ഷേ സർജൻ കുറച്ച് മാറി ഇരുന്ന് കൺട്രോൾ ചെയ്യുക ചെയ്യുക. ഈ ലാപ്രോസ്കോപ്പിക് സർജറിയേക്കാളും റോബോട്ടിക്കിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ അത് അതിൻ്റെ പ്രിസിഷനാണ്, അതിന് കൃത്യതയുണ്ട്. നമുക്ക് എല്ലാം മറ്റേതിനേക്കാളും ഇതിന് ലാപ്രോസ്കോപ്പിക്ക് ഒരു 2D വിഷനാണ്. പക്ഷെ ഇപ്പം 3D ലാപ്രോസ്കോപ്പി ഉണ്ടെങ്കിലും അതിനേക്കാളും ക്ലാരിറ്റിയോടുകൂടി നമുക്ക് റോബോട്ടിക്സിലൂടെ കാണാൻ പറ്റും. വളരെ അകത്തുള്ള ഡീപ്പായിട്ടുള്ള സ്ട്രക്ചേഴ്സൊക്കെ നമ്മൾ അടുത്ത് നിന്ന് കൈകൊണ്ട് ചെയ്യുന്ന പോലെ പ്രിസിഷനോടെ സർജറി ചെയ്യാൻ പറ്റും. അപ്പം ഗൈനക്കോളജിയിൽ മെയിനായിട്ട് ഉപയോഗം വരുന്നത് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അത് ഡീപ്പായിട്ട് വട്ടത്തിൻ്റെ മുകളിലും ഒക്കെ ഇതിൻ്റെ ഡെപ്പോസിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുക്കാൻ ഏറ്റവും നല്ലത് റോബോട്ടിക്സ് ആണ്. പിന്നെ ഗൈനക്കോളജി ക്യാൻസറിനും അത് വളരെ ഉപകാരപ്പെടും. ബാക്കി അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ലാപ്രോസ്കോപ്പിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു സാധനം മായ്ക്കാനാണെങ്കിൽ നമ്മളൊരു വലിയ പെൻസിലെടുത്ത് അതിൻ്റെ അറ്റത്തൊരു റബ്ബർ ഇട്ട് അങ്ങനെ മായ്ക്കുന്ന പോലെയാണ്. നേരെ മറിച്ച് റോബോട്ടിക്സിൽ നമുക്കത് ഡയറക്റ്റ് കൈകൊണ്ട് മായ്ക്കുന്ന പോലെ ചെയ്യാൻ പറ്റും. അത്രയും പ്രിസിഷൻ കിട്ടും. നേരത്തെ ഉത്തര മലബാറിലെ ആദ്യ ഓർത്തോ റോബോട്ടിക് ശസ്ത്രക്രിയ കണ്ണൂർ ആസ്റ്റർ മിംസിലെ ഓർത്തോ പീഡിയാട്രിക് ആൻഡ് റോബോട്ടിക് ജോയിന്റ് റീപ്ലേസ്മെന്റ് വിഭാഗത്തിൽ പൂർത്തീകരിച്ചിരുന്നു. റോബോട്ടിക് സംവിധാനത്തിന്റെ 360 ഡിഗ്രിയിൽ ചലിപ്പിക്കുവാൻ സാധിക്കുന്ന സ്വതന്ത്രമായ 4 കരങ്ങൾ ഉപയോഗിച്ചാണ് ഡോക്ടർമാർ റോബോട്ടിക് ശസ്ത്രക്രിയ നിർവഹിക്കുന്നത്. എല്ലാ ദിശകളിലേക്കും ഒരേ സമയം ചലിപ്പിക്കാൻ സാധിക്കുമെന്നതിനാലും 4 കരങ്ങളുടെ സഹായമുള്ളതിനാൽ ഒന്നിലധികം പ്രവൃത്തികൾ ഒരേ സമയം നിർവഹിക്കാമെന്നതിനാലും ശസ്ത്രക്രിയ വേഗത്തിലും ഫലപ്രദമായും പൂർത്തീകരിക്കാൻ സാധിക്കും. ഇതിനു പുറമെ കൺസോളിൽ നിയന്ത്രിക്കുന്ന ഡോക്ടറുടെ മുൻപിലുള്ള സ്ക്രീനിൽ ആന്തരികാവയവങ്ങൾ 10 മടങ്ങ് വലുപ്പത്തിൽ കാണാൻ സാധിക്കും. ഇത് അതിസൂക്ഷ്മമായ ശരീരഭാഗങ്ങൾ പോലും കൃത്യമായി നിർണയിച്ച് പാകപ്പിഴകളില്ലാതെ ശസ്ത്രക്രിയ നിർവഹിക്കുവാനും സഹായകരമാകും. ഇതിനു പുറമെ കുറഞ്ഞ രക്തനഷ്ടം, വേഗത്തിലുള്ള ഡിസ്ചാർജ്, പൊതുവെ ICU വാസം ആവശ്യമായി വരാറില്ല. ശസ്ത്രക്രിയ നിർവഹിച്ച ദിവസം തന്നെ നടന്നു തുടങ്ങാനും ഭക്ഷണം കഴിച്ചു തുടങ്ങാനും സാധിക്കും തുടങ്ങിയ നേട്ടങ്ങളുമുണ്ട്. പത്രസമ്മേളനത്തിൽ ഡോക്ടർമാരായ ജുബൈരിയത്ത്, ഹസൂരിയ ബീഗം, കൌശിക് V, ശ്രീനിവാസ് ഐസിഡ്, ജിമ്മി C ജോൺ, സത്യേന്ദ്രൻ നമ്പ്യാർ, അക്ബർ സലീം, അമിത് BL, സൂരജ് KM, സുപ്രിയ രഞ്ജിത്ത്, അനൂപ് നമ്പ്യാർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വർണം വെള്ളി നിരക്ക്
സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7160 രൂപ, പവന് 57,280 രൂപ, വെള്ളി 103 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുരുക്ക് മുറുകി ദിവ്യ, ADMന്റെ ആത്മഹത്യയിൽ പുതിയ വഴിത്തിരിവ്. ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുത്തേക്കും. അന്വേഷണം നടന്നുവരുന്നതായി സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ. എട്ടാം ക്ലാസ്സിൽ ഈ വർഷം സബ്ജക്ട് മിനിമം നടപ്പിലാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തുടർ വർഷങ്ങളിലും ആവർത്തിക്കും. പ്രഖ്യാപനം ശിക്ഷക് സദനിലെ നവീകരിച്ച ഹാളിന്റെ ഉദ്ഘാടനത്തിനിടെ. ആളുമാറി അറസ്റ്റ്, മനംനൊന്ത് അധ്യാപിക. അപമാനം നേരിട്ട് തളിപ്പറമ്പ് സ്വദേശിനി ഹൈമാവതി. അറസ്റ്റ് വിസ തട്ടിപ്പിൽ ആളുമാറിയെന്ന പോലീസിന്റെ വിശദീകരണം. 100 രൂപ നൽകി തിരികെ പോകാൻ ആവശ്യപ്പെട്ടതായും ഹൈമവതി. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.